ശ്രീ സക്കറിയ ജോർജ്, ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഈ 2 വയസ്സുകാരിയുടെ ഒരു കൊലപാതകമാണ്. അതും വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടി, അച്ഛൻ പറയുന്നു അച്ഛൻ്റെ കൂടെയാണ്, അമ്മ പറയുന്നു അമ്മയുടെ കൂടെയാണ് ഉറങ്ങിക്കിടന്നതെന്ന് പറയുന്നു. ഈ കുട്ടിയെ അമ്മയുടെ സഹോദരൻ കിണറ്റിൽ വലിച്ചെറിഞ്ഞ് ജീവനോടെ കൊലപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ചന്താമരയുടെ അവസ്ഥ നമ്മൾ കണ്ടു. ഇവിടെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് കാമുകിയെ കുത്തിക്കൊല്ലുന്ന കാമുകനെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം വാസനകൾ, സംഭവങ്ങൾ നമുക്കിടയിൽ വല്ലാതെ വർദ്ധിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്ന് മാർട്ടിയേഴ്സ് ഡേ ആണ്. മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന 77 വർഷം കഴിഞ്ഞിട്ടിരിക്കുന്നു. മഹാത്മാഗാന്ധിയെ പോലുള്ള പുണ്യവാളനായ അദ്ദേഹത്തെ പ്രോഫറ്റ് ഓഫ് പീസ്, പ്രോഫറ്റ് ഓഫ് ട്രൂത്ത് ഒക്കെ അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്ന ഒരു നാട്ടില് ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ് ബുദ്ധിയുള്ളവരുടെ ചിന്ത. കാരണം മഹാത്മാവിനെ പോലും സ്പെയർ ചെയ്യാത്ത ഒരു രാജ്യത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ രാഷ്ട്രീയ എതിർചേരിയിലുള്ള ആൾക്കാര് ചിലർ ഗാന്ധിജിയുടെ എഫിജി കോലം ഉണ്ടാക്കി അതിനകത്ത് ബ്ലഡ് ബാഗ് വെച്ച് അതേ വെടിവെച്ച് ഡൽഹിയിൽ വെച്ച് കാണുന്നു. ഒരു സർക്കാരും ഒരു നടപടിയും അതിനെതിരെ എടുക്കുന്നില്ല. അടുത്തത് ഒരു IAS കാരി ബോംബെയിൽ അവര് ഗാന്ധിജിയെ തള്ളിക്കൊണ്ട് ഗോഡ്സേനെ സ്തുതിക്കുന്നു. ഇനി അടുത്തത് IPS കാരും ഈ ഗോഡ്സെ പൂജിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അന്നേരം തന്നെ ഘാതകനെ വന്ദിക്കുകയും മഹാത്മാവിനെ നിന്ദിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നു, ജനറേഷൻ ടു കം വിൽ സ്കേഴ്സ് ബിലീവ് ദാറ്റ് സച്ച് എ വൺ ആസ് ദിസ് എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വാക്ക്ഡ് അപ്പോൺ ദിസ് എർത്ത് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ, വിദേശിയായ വ്യക്തി, ഗാന്ധിജിയെ പറ്റി പറഞ്ഞത്. അതുപോലെ ഈ ഭൂമിയിൽ ഇതുപോലൊരു വ്യക്തി കാൽ ചവിട്ടും പാദസ്പർശിക്കില്ല എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ മഹാത്മ്യം ഇവിടുത്തെ ഈ വർഗീയ ഭ്രാന്തുള്ളവരും അല്ലെങ്കിൽ ചെറിയ വിഷൻ ഉള്ളവരും സ്വഭാവ ദൂഷ്യക്കാരും ഒക്കെ ഗാന്ധിജിയെ അടുത്തറിയുന്നില്ലേലും ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തന്നെ ഇത്തരത്തിൽ വിവരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. ഇനി അടുത്തത്, നമ്മള് ഇന്ത്യൻ പീനൽ കോഡ് മാറ്റി BNS ആക്കി, ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറ്റി BSA ആക്കി, CRPC മാറ്റിയിട്ട് BNS ആക്കി. ഇതൊക്കെ ആക്കി കഴിയുമ്പോൾ ഇവിടെ കുറ്റകൃത്യം കഴിയുമോ? ഇന്ത്യൻ എന്നുള്ളതിന് ഭാരതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാറുമോ? അല്ല. നിയമം നടപ്പാക്കേണ്ടതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ എല്ലാ ഗവർണർമാരും ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിന്ന് ജുഡീഷ്യറിയും പോലീസും പ്രോസിക്യൂട്ടേഴ്സും എല്ലാം കൂടെ നിന്നാലേ ഇവിടെ കുറ്റകൃത്യം തീരത്തുള്ളൂ എന്നുള്ളത് നേഴ്സറി കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സത്യമാണ്. ഇനി കേരളത്തിലേക്ക് വരുവാണെങ്കിൽ നവോത്ഥാന മതിൽ കെട്ടി. ഈ മതിൽ കെട്ടിയതിന് ശേഷം സ്ത്രീപീഡനം കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. നവകേരള യാത്ര നടത്തി, കൊലപാതകങ്ങൾ കൂടിയിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള യാത്രകളും അല്ലെങ്കിൽ മതിലുകളും അല്ലെങ്കിൽ നിയമത്തിന്റെ പേര് മാറ്റുന്നതൊക്കെ ഒരു ഐവാഷായിട്ടും ആർക്കൊക്കെ സന്തോഷിപ്പിക്കാനും സൂപ്പിക്കാനും അവർക്ക് വേണ്ടി ഖാദി ഉണ്ടാക്കാനും ഒക്കെ വേണ്ടി ചെയ്യുന്നതല്ലാതെ ഇന്ത്യയിലെ കോമൺ മാൻ, ദരിദ്രവന് സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചർച്ചയെ പറഞ്ഞു, RSSന്റെ നേതാവ് ശ്രീ മോഹൻ ഭാഗവത്, അദ്ദേഹം പറഞ്ഞു ഈ പ്രാൺപ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. ഞാൻ പറയുന്നു, പ്രാൺപ്രതിഷ്ഠ വഴിയല്ല സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. സാധാരണക്കാരനായ സ്ത്രീക്കും പുരുഷനും ദുർബലരായ മനുഷ്യർക്ക് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ അവരെ ആക്രമിക്കാതിരിക്കുകയും വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അവരെ ആരും കയറി തല്ലിക്കൊല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടെന്നും അല്ലെ ഭരണഘടനയിലുള്ള മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ് ഒരു പൗരന് കിട്ടിയെന്ന് തോന്നുന്നത്. പിന്നെ വെൽഫെയർ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഇതെല്ലാവരുടെയും വെൽഫെയർ വെൽബീയിങ് നോക്കാൻ ഈ പോലീസിനും പട്ടാളം ഓഫ് കോഴ്സ് അവർ ചെയ്യുന്നുണ്ട്. അവർ രാജ്യത്തെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ജീവൻ തന്നെ ബലികഴിപ്പിച്ച് അവരിതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു പരമാർത്ഥമാണ്. പക്ഷേ
നമ്മുടെ ഇന്റേണൽ എനിമീസായി ഇവിടുത്തെ കുറ്റകൃത്യങ്ങളെ മാഫിയക്കാര്, പാറമടക്കാര്, അല്ലെങ്കിൽ മണൽ മാഫിയ, മണ്ണ് മാഫിയ, മയക്കുമരുന്ന് മാഫിയ, ഈ മാഫിയകളെയൊക്കെ കൺട്രോൾ ചെയ്ത് ഈ രാജ്യത്തെ മനുഷ്യന് നല്ല സ്വൈര ജീവിതം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെന്നുള്ള ഒരു സത്യമാണ്. കൊച്ചുകുട്ടികൾ നമ്മുടെ പോലീസ് സംവിധാനം നമുക്കറിയാം, ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ പ്രതികളെ വളരെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്, പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട്, അവർക്ക് കുറ്റകൃത്യം കോടതികളിൽ പലതും തെളിയിക്കപ്പെടുന്നുണ്ട്, ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നുമുണ്ട്. കുറച്ചുകൂടി നമ്മുടെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് അത്തരം കാര്യങ്ങളിൽ ഈ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലും അതിൽ ആക്ഷൻ എടുക്കുന്നതിലും കാര്യമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഈ പലപ്പോഴും ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്, ചില സ്വാധീനങ്ങളുണ്ട് എങ്കിൽ പോലും ഇത്തരം പ്രമാദമായ കേസുകളിൽ പോലീസ് ഒട്ടും പുറകോട്ടല്ല എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അല്ല, നമുക്ക് ചേർത്ത് വായിക്കാം. ഇപ്പൊ എന്തേണ്ട കൊലപാതകങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രതിയെ നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെ പിടിക്കുന്നു. പിടിച്ചിട്ട് USPമാർ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് അവർ ഭയങ്കര വീരകൃത്യം ചെയ്ത പോലൊക്കെ പറയുന്നു. ഈ ജീവൻ രക്ഷിക്കണമായിരുന്നു. ചെന്താമരെ കൊല്ലാതിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരാൾ മരിച്ചിട്ട് വന്ന് പത്രസമ്മേളനം ചെയ്യുന്നു, അതിലെ പ്രതിയെ പിടിച്ചിടുന്നല്ല, ആ ജീവൻ കണ്ണിലെ കൃഷ്ണമണി മാതിരി കാത്തു സൂക്ഷിക്കാനുള്ള ചുമതല പോലീസിന്റെ പ്രധാന ഡ്യൂട്ടി ടു പ്രിവെന്റ് ക്രൈംസ് ആണ്, പ്രിവെൻഷൻ ഓഫ് ക്രൈംസ് ആണ്, ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ ആണ്. ആദ്യം പ്രൊട്ടക്ട് ചെയ്യേണ്ട ലൈഫാണ്. ലൈഫ് ഒരാളുടെ പോയി കഴിഞ്ഞാൽ ആർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? തീർച്ചയായും താങ്കൾ തിരിച്ചു വരാം. നമുക്ക് ആ വിഷയം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ സക്കറി ജോർജ്. ശ്രീ വി മോഹൻ